ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് ബി വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈവനിങ്ങത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടെ ഒറ്റപ്പാലം പോവുകയാണേ. അമ്മയും ഞാനും യാദുക്കുട്ടനും ഉണ്ട്, പിന്നെ അമ്മായും മാമയുടെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അവരും രണ്ടുപേരായിട്ട് ബൈക്കിലും ടൂ വീലറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ മായനൂർ പാലം, നമ്മുടെ ഭാരതപ്പുഴയുടെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞ് ഷോട്ട് എടുത്തതാണ് കേട്ടോ. അബിയും അരോഷും ഫസ്റ്റ് തന്നെ വണ്ടിയിൽ അവിടെ എത്തിയാലും നമ്മളെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ അവർ ജസ്റ്റ് ഒരു ക്ലിക്കും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അങ്ങനെ നമ്മൾ നേരെ പോയത് ഒറ്റപ്പാലം സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡ്രസ്സൊക്കെ എടുക്കുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയതെങ്കിലും അവിടെ നമ്മൾ വിചാരിച്ചത്ര കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ അതായത് നമ്മുടെ യാദുമോൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്, ഓട്ടം. പക്ഷേ ഇതുവാണെങ്കിൽ അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതേ ഉള്ളിലോട്ട് കടന്നു. കളക്ഷൻസൊക്കെ ഇതേ ഇവിടെ കാണുന്ന പോലെ തന്നെ കേട്ടോ. പിന്നെ വലിയ ഓഫേഴ്സും കാര്യങ്ങളൊന്നും 299 ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കളക്ഷൻസ് വളരെ കുറവായ പോലെയാണ് എനിക്ക് തോന്നിയത്. വിഷു ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കളക്ഷൻസൊക്കെ കഴിഞ്ഞു പോയതാവാം കേട്ടോ. നമ്മളതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ടോപ്പും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നാൽ എങ്കിൽ കൂടി ഒരു ജീൻസിന് ഇടാൻ പറ്റിയൊരു ടോപ്പ് ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ അവിടെ വേറെയും ഓരോ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, അഗി നോക്കടി, ഇവിടെ കുറേ ഇയറിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ജസ്റ്റ് ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് നടന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ കുറേ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെരുപ്പിൻ്റെ കളക്ഷൻസ്. ഈ ചെരുപ്പുകൾ വാങ്ങാമെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ അങ്ങനെ നമ്മളിതേ സെക്കൻഡ് ഫ്ലോറിലോട്ട് മുകളിലോട്ട് പോവുകയാണ്. അവിടെ ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും സെക്ഷനാണ്. എനിക്ക് നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ജെൻസിന് കളക്ഷൻസ് അവിടെ ഉള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ. ടീഷർട്ട്സും ഷർട്ട്സൊക്കെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ മായനൂർ പാലത്തേക്ക് അടിയിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അതിന് മുന്നേ അവിടെ തന്നെ ചൂടോടുകൂടിയുള്ള ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ചവിടെ ഇങ്ങനെ നിന്നു കേട്ടോ, കാറ്റൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഞാനും ഷിതുവും കൂടെ കടല വറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചൂടോടുകൂടി വറുത്ത കടലയും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് പാലത്തിൻ്റെ അടിയിലോട്ട് ഭാരതപ്പുഴയുടെ അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അതേ നമ്മളെല്ലാവരും കൂടെ താഴോട്ട് പോവാണ്. അതാണ് അബി, അരോഷ്, ഷിതു. ഇപ്പം നമ്മളെല്ലാവരും കൂടെ നടക്കുന്നുണ്ട്. അമ്മായും യാദും കൂടെ ഓൾറെഡി ഫസ്റ്റ് ഇതാ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കൺഫ്യൂഷനായിരുന്നു, ഇതേനെയാണോ താഴോട്ട് പോവുക അതോ വേറൊരു വഴിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ വഴി കൂടെ പോവുക എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് അടിച്ച് ഇവിടെ റെയിൽവേ ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. ക്രോസ് ചെയ്ത് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം അതായിരുന്നില്ല. ഞാൻ പറഞ്ഞ ആ വഴി കൂടെ ആയിരുന്നു പോകേണ്ടത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്, നല്ല കാറ്റും നല്ലൊരു ആംബിയൻസൊക്കെ ആയിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പോയിട്ടോ. അത് കണ്ടോ, താഴത്തുനിന്ന് മുകളിലോട്ട് പാലത്തേക്കുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിക്ക് എടുത്തതാണേ. വഴി ചെറുതായിട്ടൊന്ന് തെറ്റി, എന്താ ബ്ലറായി കുറച്ച് തെറ്റിപ്പോയി, പാളിപ്പോയി ലെമൈ. അപ്പോൾ ഞങ്ങൾ വേറെ വഴി കൂടെ അങ്ങോട്ട് പോകാൻ പോകും കേട്ടോ, പാലത്തിൻ്റെ ഇടിക്ക്. വിഷുവിൻ്റെ നിന്നെ കണ്ടാ അങ്ങനെ ഇതേ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യാദുക്കുട്ടൻ്റെ കാര്യം ഭയങ്കര കോമഡി ആയിരുന്നു. യാദുക്കുട്ടൻ അവിടെ മണലൊക്കെ ആയതുകൊണ്ട് കാലിങ്ങനെ നിലത്തേ വെക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയായിരുന്നു. സാധാ ഫ്ലോറൊക്കെ ആണെങ്കിൽ അവൻ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കും, അതൊന്നും അവന് വിഷയമല്ല. പക്ഷേ ഈ മണലിങ്ങനെ കാലിക്കാകുമ്പോൾ അവനെന്തോ ഒരിതുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടില്ലേ കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോഷൂട്ടും ബ്രൈഡ് ടു ബീം സേവ് ദ ഡേറ്റ്സ് ഒക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഇങ്ങനെ വന്നിരുന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതാ അവിടെ ഒരു സ്ഥലത്ത് നമ്മളെല്ലാവരും കൂടെ പോയിരുന്നു. യാദുക്കുട്ടൻ കാണിക്കണതുണ്ടല്ലേ, കാല് നിലത്ത് വെക്കേണ്ട അമ്മയുടെ കാലിൽ തൂങ്ങി കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി. എന്നിലും അവ ഓടിക്കളിച്ചൊന്നുമില്ല കേട്ടോ, ഒരു നിന്ന പൊസിഷനിൽ തന്നെ നിന്ന് കളിക്കുകയായിരുന്നു. അവനധികം എന്തോ അത് സെറ്റായില്ല. പിന്നെ അതാ ഈവനിങ് ആയപ്പോൾ പിള്ളേരൊക്കെ അവിടെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് ഇങ്ങനെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ മെല്ലെ അവിടെ നിന്ന് പോവാണ് കേട്ടോ ചെയ്തത്. പിന്നെ അവിടെ വേറെ 2 പിള്ളേർ ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യാദുക്കുട്ടൻ അവർ ബോളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായി. കുറച്ച് നേരം അവൻ ജസ്റ്റ് നോക്കി നിന്നു എന്നുള്ളൂ, അങ്ങനെ കളിച്ചൊന്നുമില്ല. അവന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത്. പിന്നെ ലൈറ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ നമ്മൾ നേരെ അങ്ങനെ ഇറങ്ങി വീട്ടിൽ പോയി ഇതാ അവൻ്റെ അച്ഛനും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് അന്നത്തെ ഒരു ഡേ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.